ശരി, ശ്രീ വിജി തമ്പി, നമുക്കറിയാം കഴിഞ്ഞയാഴ്ച വളരെ വിചിത്രമായ ഒരു അവകാശവാദം ഉന്നയിക്കപ്പെടുകയുണ്ടായി. അതായത് ദേവസ്വം ബോർഡിന്റെ പ്രധാന മീറ്റിങ്ങുകളിലൊക്കെ ഇടതുപക്ഷ യൂണിയനായ എംപ്ലോയീസ് യൂണിയൻ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണം എന്ന്. നമുക്കറിയാം ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളത്. പല ക്ഷേത്രങ്ങളും നാശോന്മുഖമായിട്ടുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ ഇതുപോലെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദപരമായ മറുപടി എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങ് ചെയ്യരുതോ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മുടെ ശംഖുമുഖത്തെ ഈ ആറാട്ടു മണ്ഡപത്തിൽ ഉൾപ്പെടെ അവർ സ്വീകരിക്കുന്ന സമീപനം അതാണ്. അതായത് നോട്ടം ഈ നാണയത്തുട്ടുകളിൽ മാത്രമായി ഒതുങ്ങുകയാണ്. ഈ നിങ്ങളങ്ങ് ചെയ്തുകൂടെന്ന് ചോദിച്ചാൽ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് വിട്ടുതരൂ. ക്ഷേത്രങ്ങൾ ഹിന്ദു സംഘടനകൾക്കും അല്ലെങ്കിൽ ഈശ്വര വിശ്വാസികൾക്ക് വിട്ടുതരൂ. ഈ ക്ഷേത്രങ്ങളെല്ലാം ഇതിലും എത്രയോ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ ഇവിടെ ഞങ്ങൾക്ക് തയ്യാറാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏകദേശം 50,000 ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ 5,000 ക്ഷേത്രങ്ങൾക്ക് താഴെ മാത്രമേ ദേവസ്വം ബോർഡുകളുടെ കയ്യിലുള്ളൂ, എല്ലാ ദേവസ്വം ബോർഡും ചേർത്ത്. ബാക്കി 45,000 ക്ഷേത്രങ്ങൾ തിരുവനന്തപുരത്ത് നോക്കൂ. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ല, മറ്റ് പ്രൈവറ്റ് ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നില്ലേ? ആ ക്ഷേത്രങ്ങളിലെല്ലാം വളരെ വളരെ ഉയർച്ച ഉണ്ടാവുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവുന്നില്ല? ഒന്നും വേണ്ട, തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ജനം ടി വിക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ഇപ്പം തന്നെ ഇവിടുന്ന് നേരെ ആ ക്ഷേത്രത്തിൽ പോവുക, ആ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ചെല്ലുക. അവിടെ ആ ഭഗവാന്റെ മുന്നിൽ ഉള്ള വേസ്റ്റ് എല്ലാം വാരിയിട്ടിരിക്കുകയാണ്. അവിടെ ഭക്തജനങ്ങൾക്ക് വന്നാൽ അവർക്ക് അത്യാവശ്യത്തിന് പോകാനുള്ള ശൗചാലയമുണ്ട്. ആ ശൗചാലയത്തിൻ്റെ അവസ്ഥയെന്ന് കണ്ടു നോക്കൂ, റിപ്പോർട്ട് ചെയ്യൂ. അപ്പം ഇതുപോലുള്ള രീതിയിലാണ് ഓരോ ക്ഷേത്രങ്ങളെ ഈ പറഞ്ഞ ദേവസ്വം ബോർഡായാലും ഈ ഭരണസമിതി ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഗവൺമെൻറ് ആയാലും കോർപ്പറേഷൻ ആയാലും എല്ലാവരും നോക്കിക്കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിലൊരു ദേവസ്വം മന്ത്രിയുണ്ട്. നമ്മുടെ ഏറ്റവും ശബരിമലയിലെ പരിപാവനമായ മുഹൂർത്തത്തിൽ ആ മകരവിളക്കിൽ നിന്ന് അദ്ദേഹം ആ ശബരിമലയുടെ നടയിൽ നിന്ന് നമ്മൾ കണ്ടതല്ലേ? അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെ ദേവസ്വ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കും? എങ്ങനെ ഈ പറഞ്ഞ നമ്മുടെ ഈശ്വര വിശ്വാസികളോട് അവർക്കൊരു നീതി ലഭിക്കുന്ന രീതിയിൽ പെരുമാറും? എനിക്ക് വിശ്വാസമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇടയ്ക്കൊരു പ്രസ്താവന കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്നു, ശബരിമല അതോറിറ്റി രൂപീകരിക്കാൻ പോകുന്നു, വികസന അതോറിറ്റി. അത് മുഖ്യമന്ത്രിയും ഈ ദേവസ്വം മന്ത്രിയും ഉൾപ്പെടുന്ന ആൾക്കാർ. ഇവർക്ക് എന്ത് വികസനം? ഇവർക്ക് എന്ത് താല്പര്യം ശബരിമല വികസിക്കണമെന്ന്? നേരത്തെ രോഹിണി സൂചിപ്പിച്ച പോലെ പൈസ കിട്ടുക, തുട്ടുണ്ടാക്കുക, ആൾക്കാരെ പറ്റിക്കുക, ഭക്തജനങ്ങളെ പറ്റിക്കുക. ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളെ അരവണയും അപ്പവും, ഭഗവാൻ പോലും കാണാത്ത അരവണയും അപ്പവും കൊടുത്ത് പറ്റിക്കുക. ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. ആ രീതിയിൽ ആൾക്കാരെ പറ്റിക്കുക, ഭക്തജനങ്ങളെ പറ്റിക്കുക. എങ്ങനെയെങ്കിലും കൃത്യനിടത്തോളം പൈസ അടിച്ചു മാറ്റുക. അല്ലാതെ ക്ഷേത്രം സംരക്ഷിക്കാനോ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനോ എന്തിന് ശുദ്ധമായ പൂജാദ്രവ്യങ്ങൾ പോലും അവർ ഉറപ്പാക്കുന്നില്ല. ഇന്ന് പല ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങൾ ഏറ്റവും മോശമായതാണ്. ഈ എണ്ണ എന്ന് പറഞ്ഞ് കിട്ടുന്നതെല്ലാം ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള എണ്ണയാണ്. നെയ്യെന്ന് പറഞ്ഞ് കിട്ടുന്ന നെയ്യ് പോലുമല്ല. ആ രീതിയിൽ പൂക്കൾ, പുറത്തുനിന്ന് വരുന്ന പൂക്കൾ പലതും വിഷമടിച്ച പൂക്കളാണ് വരുന്നത്. ഈ രീതിയിൽ ആചാര ലംഘനം നടത്തുന്നു. അവിടെ ഈശ്വരീയമായ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ആ രീതിയിൽ ഓരോ ക്ഷേത്രങ്ങളെ നശിപ്പിക്കാനായിട്ട് ബോധപൂർവമായ ഒരു ശ്രമമാണ് LDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ക്ഷേത്രങ്ങൾ നശിക്കുന്നതോടൊപ്പം ആ ക്ഷേത്രങ്ങളിൽ വരുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിൽ നകലും. നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു പോസിറ്റീവ് എനർജി കിട്ടിയാലല്ലേ വീണ്ടും നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകും. അപ്പോൾ ആ പോസിറ്റീവ് എനർജി ആ ക്ഷേത്രത്തിൽ നശിപ്പിക്കുക, ഇത് ബോധപൂർവമായ ശ്രമമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ നടത്തിയത് അദ്ദേഹം നമ്മുടെ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറഞ്ഞു ഇത് അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ ചെയ്തു പോയതാണ്. ആലോചിക്കൂ, ഇത്രയും ചുറ്റും വലിയ വേലിക്കെട്ടുണ്ടാക്കി അതിനകത്ത് രഹസ്യമായ രീതിയിൽ ഇത്രയും മോശമായ രീതിയിലുള്ള പാചകം നടത്തുക, ശൗചാലയം നിർമ്മിക്കുക, അവിടെ കൈ കഴുകാനും മറ്റുള്ള വേസ്റ്റ് ഒഴിവാനുള്ള സംഭവം ഉണ്ടാക്കുക. അപ്പോൾ ഇത്രയും പരിപാവനമായ ഒരു സ്ഥലത്താണ് ഇത് ചെയ്തിരിച്ചിരിക്കുന്നത്. അപ്പം ഇതിനോട് പരിപാവനത അവർ കണക്ക് കൂട്ടുന്നില്ല. കാര്യം അവരെ സംബന്ധിച്ചോളം ഇത് എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുക, നാളെ ആറാട്ട് നടക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ആ പരിപാവനതയെ നശിപ്പിക്കുക, അതും ബോധപൂർവമായ ശ്രമം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അതുപോലെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് പൂജപ്പുര സരസ്വതി മണ്ഡപം അവിടെ എന്താ പറയുക, നവരാത്രി കാലത്ത് അവിടെ പൂജ വയ്ക്കുന്ന സ്ഥലമാണ്. അതാണ് സരസ്വതി മണ്ഡപം എന്ന് പറയുന്നത്. പൂജപ്പുര, എങ്ങനെയാണ് പൂജപ്പുര എന്ന സ്ഥലത്തിന് പേര് വന്നത്? പൂജപ്പുര, പൂജ വയ്ക്കുന്ന പുര, അതാണ് പൂജപ്പുര, അതാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അത്രയും പ്രാധാന്യമാണ്. ആ സ്ഥലമൊക്കെ ഈ കോർപ്പറേഷൻ തോന്നിവാസം കാണിക്കാനാണോ? കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഇതുപോലെ തന്നെ എന്ത് ഫുഡ് ഫെസ്റ്റിവൽ ഒന്ന് നടത്തി, അതിന് ശക്തമായ ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നു. അപ്പോൾ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ പ്രാധാന്യമുണ്ട്. അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെ അവിടെ ചെയ്യാവൂ. അതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ക്ഷേത്ര ആവശ്യങ്ങൾക്കല്ലാതെ മറ്റൊരു കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തണം. എത്താൻ
സർക്കാർ കഴിഞ്ഞില്ലെങ്കിൽ ആ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ സ്വാഭിമാനികളെ ഹിന്ദുക്കൾ മുന്നോട്ട് ഇറങ്ങണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളുടെ കാര്യത്തിലായാലും ശരി. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തീർച്ചയായിട്ടും അതിൽ ഉത്തരം പറഞ്ഞേ പറ്റൂ. കാരണം അദ്ദേഹം അവിടെ മണ്ഡപത്തിൽ വന്നിട്ട് പറഞ്ഞത് തീർച്ചയായിട്ടും അതൊരു ഒരു തെറ്റ് തന്നെയാണ്. അദ്ദേഹം കണ്ടില്ല അല്ലെ അറിഞ്ഞില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് നടക്കില്ലേ, ആരെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻ ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പോൾ അത് കുറച്ച് നമ്മൾ ജാഗ്രത കാണിക്കണം. മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ആരെങ്കിലും ഇതിന് മുന്നിട്ടിറങ്ങിയിട്ട് ഈ 2 മണ്ഡപങ്ങളും സംരക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ പൂജപ്പുരയിലെ ആ മണ്ഡപവും സംരക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ ഇതിനു വേണ്ടി ശക്തമായി മുന്നോട്ടിറങ്ങാൻ വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ തയ്യാറാകേണ്ടി വരും.